ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കലാപരിപാടിയുടെ പേരാണ് ഞങ്ങളെ BJP-ക്കാർ മൂഞ്ചിച്ചു. സ്പോൺസർ ബൈ സുബേർ ബാബു. എന്റെ മോനെ പേരെന്നെ കിട്ടുന്നില്ല പെട്ടെന്ന്. അപ്പോ എന്താ സംഭവം വെച്ചാല്, കുറച്ച് മുസ്ലിം പേരുള്ള മുസ്ലിങ്ങളായ ആൾക്കാരുണ്ട്. അതായത് സ്ഥാനമാനത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും BJP-ക്കാരുടെയും സംഘപരിവാറുകാരുടെയും കൂടി മുസ്ലിങ്ങളെ പരദൂഷണം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് മുസ്ലിം പേരുള്ള മുസ്ലിങ്ങൾ. അവരുടെ ഒരു അവസ്ഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഞാനല്ല, സുബേർ ഭായ്. കേട്ടു നോക്കൂ. ടി.പി. സുൽഫത്തിന് എന്താണ് പാർട്ടി അർഹമായ സ്ഥാനം കൊടുത്തത്? ആദ്യം ജില്ലാ കമ്മിറ്റി അംഗമാക്കി, വീണ്ടും സംസ്ഥാന കമ്മിറ്റി അംഗമാക്കി. കമറുനിസ കാടാമ്പുഴ അവർക്ക് നിങ്ങൾ കാര്യപ്പെട്ട എന്തെങ്കിലും സ്ഥാനം കൊടുത്തോ? അവർക്ക് എന്തെങ്കിലും കഴിവില്ല എന്നാണോ? അവരൊക്കെ മറ്റുള്ള പാർട്ടിയിൽ പ്രവർത്തിച്ച് അങ്ങനെ അവരുടെ കഴിവ് തെളിയിച്ചതാണ്. അലിഹാജി, സത്താർ ഹാജി, അതുപോലെ അലിമോന്, ഹുസൈൻ വരിക്കോട്ടൂര്, അങ്ങനെ എത്ര മുസ്ലിം സഹോദരങ്ങള്. ഇവർക്ക് നിങ്ങൾ എന്ത് സ്ഥാനാ കൊടുത്തത്? മോർച്ച പണിയെടുക്കാൻ വേണ്ടി ഒരു മൂർച്ച കൂട്ടാനുള്ള ആയുധമായിട്ട് ഇന്ന് മുസ്ലിങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുന്നു. അധികാരത്തിൽ അള്ളിപ്പിടിച്ചു നിന്നിട്ട് ആ പാർട്ടി ഫണ്ട് വരുമ്പോ അടിച്ചു മാറ്റാനുള്ള കുറച്ച് ഊമ്പാക്കി നേതാക്കന്മാര്, ഊച്ചാളി നേതാക്കന്മാരല്ലാതെ ആരാ ഇന്ന് BJP-യിലുള്ളത്? അഥവാ ഒരു മുസ്ലിം സഹോദരൻ BJP ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാല് അവര് പറയും അവ STP-കാരനാണ്, അവ നമ്മളെ പാർട്ടിയെ മനസ്സിലാക്കി ഉറ്റുകൊടുക്കാൻ വന്ന ചാരനാണെന്ന് അവര് പറയാം. BJP എന്ന പ്രസ്ഥാനം അവർക്ക് മുസ്ലിംസിനെ പേരിന് മാത്രമേ അവർ കൊണ്ടു നടക്കുന്നത്. അതായത് കരിവേപ്പില പോലെ. കരിവേപ്പിലന്റെ ഗുണം എന്താണ്? അത് വിശപ്പ് മാറാനൊന്നുമല്ല, ഭക്ഷണം സ്വാദ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് കരിവേപ്പില ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് മുസ്ലിംസിനെ അവർ കൊണ്ട് നടക്കുന്നത്. എന്താണ് മറ്റുള്ള പാർട്ടിക്കാർ, മുസ്ലിം ലീഗ് പോലുള്ള, കോൺഗ്രസ് പോലുള്ള മറ്റുള്ള പാർട്ടിക്കാര് പറയുമ്പോ നിങ്ങൾ വെറും തീവ്രവാദികളാണ്, ഏകാധിപതികളാണ്, നിങ്ങൾ മുസ്ലിം വിരോധികളാണ് എന്നൊക്കെ പറയുമ്പോ അവരോട് മറികടക്കാൻ ഞങ്ങളെ പാർട്ടിയിൽ മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളെ പാർട്ടിയിൽ മുസ്ലിംസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, സുബേർ ബാപ്പുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാചകടിക്കാൻ മാത്രം മതി ഇവർക്ക്. ആര്? മുസ്ലിങ്ങള്. അല്ലാതെ പ്രവർത്തിക്കാൻ ഇവർക്ക് മുസ്ലിങ്ങൾ വേണ്ട. പ്രവർത്തനം ഞങ്ങൾ തന്നെ ധാരാളാ. പിന്നെ കുറച്ച് ഇൻഖിലാബ് വിളിക്കാനും, കുറച്ച് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് ക്യാമറക്ക് പോസ് ചെയ്ത് കൊടുക്കാനും ഇതിനൊക്കെ മാത്രം മതി മുസ്ലിംസ്. അല്ലെ? അല്ലാന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? സത്യ സുബേർ ബാബു പറഞ്ഞത് പറയണത് മുഴുവൻ സത്യമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സുബേർ ബാബുവിന് കുറെ ആൾക്കാർക്ക് ദേഷ്യം കേട്ടോ.